എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളിവിടെ നൽകുന്നത് എൻട്രി എക്സിറ്റ് അല്ല. നിങ്ങൾക്ക് മാർക്കറ്റിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മളുടെ കോഡുകളാണ് പറയുന്നത്. അതായത് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇതൊരു സപ്പോർട്ടാണെന്ന് വെച്ചോളൂ. ഈ സപ്പോർട്ടിൽ നിന്ന് മുകളിൽ നിന്ന് വരുന്ന മാർക്കറ്റ് ഈ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതിനാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ തട്ടി മുകളിലേക്ക് പോകാൻ സാധ്യത ഉള്ളത്, അതുകൊണ്ടാണ് ഈ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് താഴത്തേക്ക് വരിക. ഓക്കെ, ബ്രേക്ക് ഔട്ട് ചിലപ്പോൾ ഫേക്ക് ബ്രേക്ക് ഔട്ട് സംഭവിക്കും. അല്ലാത്ത പക്ഷം ഈ സപ്പോർട്ട് നമ്മൾ വരയ്ക്കുന്നത് ഇതിന് താഴെ പ്രോപ്പറായി ഏത് ക്യാൻഡിലാണോ നമ്മൾ വാച്ച് ചെയ്യുന്നത് ആ ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ലെവലിലാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നത്. അല്ലാതെ ഇത് എൻട്രി എക്സിറ്റ് അടിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലഗ്രാം ലിങ്കുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്തിട്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, മാർക്കറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് വന്നത്. ഡൽഹി വിജയമോ അതല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കട്ടോ ഒന്നും പ്രതിഫലിച്ചില്ല. ലോകം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ട്രംപിൻ്റെ പുതിയ ഈ ചുങ്കം ചുമത്തലുമായി ബന്ധപ്പെട്ട് ആഗോള മാർക്കറ്റ് തന്നെ വളരെയധികം ഭീഷണിയിലാണ്, അതായത് പേടിയിലാണ്. എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് ഫാളാവുന്നത്, നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 23,500 എന്ന സൈക്കോളജിക്കൽ ലെവലിനും താഴെയാണ് ഇപ്പോൾ 23,381 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 23,500 താഴെ. US താരിഫ് ഭീഷണി അടക്കമുള്ള വിഷയങ്ങളാണ് സത്യത്തിൽ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടത് ബാങ്കിങ്, അതേപോലെ മെറ്റൽ, ഓയിൽ ഈ ഷെയറുകളിലാണ്. ഇന്നത്തെ ട്രേഡിങ്ങിനിടയിൽ സെൻസെക്സ് 750 പോയിൻ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു. പിന്നെ 548 പോയിൻ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 548 പോയിൻ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റി 178 പോയിൻ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ബാങ്ക് നിഫ്റ്റി 178 പോയിൻ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റിയിൽ ട്രെൻഡ്, ടാറ്റ സ്റ്റീൽ, അതേപോലെ പവർ ഗ്രിഡ്, സൊമാറ്റോ, ടൈറ്റൻ, ബജാജ് ഫിനാൻസ്, NTPC, ടാറ്റ മോട്ടോഴ്സ് എന്നീ ഷെയറുകളാണ് പ്രധാനമായും നഷ്ടത്തിലേക്ക് പോയത്. അതേസമയം ഭാരതി എയർടെല്ലും HCL ടെക്കും ടെക് മഹീന്ദ്രയും അതേപോലെ TCS ഒക്കെ ഈ ടെക് കമ്പനികളൊക്കെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഇൻവെസ്റ്റേഴ്സ് ഭയക്കുന്നത് ഈ US താരിഫ് തന്നെയാണ്. അതിന് ഒരു അവസാനം വരുന്നതുവരെ മാർക്കറ്റ് ഈ ഒരു ആശങ്കയിലൂടെ തന്നെയായിരിക്കും പോവുക. മാത്രമല്ല സ്വർണം അതിൻ്റെ ആൾ ടൈം ഹൈയിലേക്ക് എത്തി നിൽക്കുകയാണ്. 2,911 എന്നുള്ള ആൾ ടൈം ഹൈ ഇന്ന് ടച്ച് ചെയ്ത് ഇപ്പോൾ 2,900-ൻ്റെയും 2,910-ൻ്റെയും ഇടയിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ ഗോൾഡിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് വളരെയധികം നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപകടം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മുടെ രാജ്യത്തെ പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയക്കണമെങ്കിൽ മിനിമം അവൾക്ക് ധരിക്കാനുള്ള ആഭരണമെങ്കിലും കൊടുത്തുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പരമ്പരാഗതമായി തന്നെ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 65,000 രൂപയുടെ അടുത്തായി ഇപ്പോൾ ഗോൾഡ്. മിനിമം
ഇപ്പോൾ 10 പവൻ തന്നെ കൊടുത്ത് ഒരു പെൺകുഞ്ഞിനെ കല്യാണം കഴിച്ച് അയക്കണമെങ്കിൽ ആ രക്ഷിതാവിന് 7 ലക്ഷം രൂപയോളം, 7 ലക്ഷത്തിൽ കൂടുതൽ രൂപയോളം സ്വർണത്തിന് മാത്രം ചെലവഴിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. മാത്രമല്ല ഈ 10 പവൻ കൊണ്ട് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ധരിക്കാനുള്ള ആഭരണം ആയിട്ടില്ലതാനും തുടക്കത്തിൽ, അതായത് വിവാഹത്തിൻ്റെ ആ സമയത്തെല്ലാം. ഓക്കെ, ഏതായിരുന്നാലും ഇതൊരു വലിയ ഒരു പ്രയാസത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങളെ കൊണ്ടുപോകും. അത് നമുക്കൊരു വലിയ സാമ്പത്തിക ഭീഷണി ഇതിലൂടെ നേരിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മറ്റൊരു പ്രധാന കാര്യം എന്നും പറയുന്നത് പോലെ രൂപ 88 വന്നു. 88 നമ്മുടെ ടാർഗറ്റ്, 88 വന്നിട്ടുണ്ട്. 88 ടച്ച് ചെയ്തതിനു ശേഷം കാര്യമായ ഒരു മാറ്റമൊന്നും ഇല്ലാതെ തുടരുകയാണ്. ഡോളർ നാൾക്കുനാൾ ശക്തി വർദ്ധിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഏതായിരുന്നാലും രൂപ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ അവസാനത്തോടെ 87.50 തിരിച്ച് കയറി ക്ലോസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജെറോം പവലിൻ്റെ ടെസ്റ്റ് മണി ടോക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി US സന്ദർശിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഈ 2 കാര്യങ്ങളാണ് ഇനി മാർക്കറ്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ റിയാക്ട് ചെയ്തോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 23, ഇത് നിഫ്റ്റിയാണ്. 23,420 താഴെ 20 നമ്മൾ സപ്പോർട്ട് സോണായിട്ട് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് സപ്പോർട്ട് കണ്ടില്ലേ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിനെ ഒരുപക്ഷെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് തിരിച്ച് കയറാം. അതേസമയം ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് താഴെ വരാം. കാരണം അതിനും മറ്റൊരു ഉദാഹരണം ഇതാണ്. ഇപ്പോൾ ഇത് നമ്മളൊരു സപ്പോർട്ട് പറഞ്ഞതാണ്, അതിന് ബ്രേക്ക് ഔട്ട് ചെയ്തു, പിന്നെ അത് താഴേക്ക് വന്നു. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ അറിയണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ലെവലിൽ നിന്നും 100 പോയിൻറ്റിനടുത്ത് നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ കാര്യമായ ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടില്ല. ബ്രേക്കൗട്ട് ചെയ്ത് ആ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു സൈഡ് വേയിലൂടെയാണ് പോയത്. ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോമായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് സപ്പോർട്ട് സോണാണ്. സപ്പോർട്ടിൽ നിന്ന് നമ്മൾ സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ, മെഷർമെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ 160 പോയിൻറ്റിൻ്റെ ഡൗണ് നമ്മുടെ സപ്പോർട്ട് ലെവലിൽ നിന്നും വന്നിട്ടുണ്ട്. ഇനി സെൻസെക്സിലേക്ക് വരുമ്പോൾ, സെൻസെക്സിലും നമുക്ക് 77,400 ഒരു സപ്പോർട്ട് സോൺ പറഞ്ഞിരുന്നത്. അതിന് താഴെ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം താഴെ 260 പോയിൻറ്റിന് മുകളിൽ ഡൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 3 സപ്പോർട്ടുകളും ഇന്ന് ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലുകളിൽ ബ്രേക്കൗട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് അത് ഗ്രീനിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. കണ്ടിന്യൂ ആയിട്ട് 3ാമത്തെ ദിവസവും നമ്മുടെ സപ്പോർട്ടുകൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസുകൾ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ വിടവാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നാളത്തെ മാർക്കറ്റിൽ ഏതെല്ലാം ലെവലുകൾ ബ്രേക്കൗട്ട് ചെയ്യാനും സപ്പോർട്ട് എടുക്കാനും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുക്കാനുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കാം. ഇത് സെൻസെക്സിൻ്റെ 15 മിനിറ്റ്സ് ചാർട്ടാണ്. നമുക്ക് സപ്പോർട്ടായിട്ട് ആദ്യം 77,100. ഓക്കെ, 77,100 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. റെസിസ്റ്റൻസായിട്ട് നമുക്ക് ഇതാണ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 77,950. നമ്മളങ്ങനെ 50 വരയ്ക്കുമ്പോൾ ക്ലോസ് ചെയ്തതിൽ നിന്നും 640 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെയാണ് നെക്സ്റ്റ് ഒരു ചെറിയ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാനുള്ളത്. 77,600 ഇതൊരു റെസിസ്റ്റൻസാണ്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നോക്കൂ, ഇത് നെക്സ്റ്റ് റെസിസ്റ്റൻസുമാണ്. 1 അവർ ടൈം ഫ്രെയിമിൽ 77,950, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 77,600 രണ്ടും റെസിസ്റ്റൻസ് ലെവലുകളാണ്.
സപ്പോർട്ട് ലെവലുകൾ 15 മിനിറ്റ്സിൽ 77,100, 1 അവറിലേക്ക് വരുമ്പോൾ 76,760. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻസെക്സിൽ നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ, ബാങ്ക് നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 49,710 സപ്പോർട്ടായിട്ടുള്ളത്. 710 എന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയൊരു പ്രയാസം നമുക്ക് നേരിടാനുണ്ട്. ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 49,480 എന്നുള്ള, അതല്ലെങ്കിൽ ഇവിടെ 49,620 എന്നുള്ള ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സപ്പോർട്ട് ലൈനിനെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 49,620 ബാങ്ക് നിഫ്റ്റിയിലൊരു സപ്പോർട്ട്. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 50,200. 1 അവറിലേക്ക് വരുമ്പോൾ 50,640 ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ, നിഫ്റ്റിയിൽ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇന്നലെ വരച്ച 1 അവറിലെ സപ്പോർട്ട് ലൈൻ 23,310 എന്നുള്ള ലെവല് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വാച്ച് ചെയ്യാം. 1 അവറിലേക്ക് വരുമ്പോൾ 23,220 എന്നുള്ള ലെവലും നോക്കാവുന്നതാണ്. അതേസമയം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അപ്പർ സൈഡിലേക്ക് നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നും വാച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ 23,376 ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ 23,423 ലെവലാണ്. ഏകദേശം ഒരു 60 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ. ഓക്കെ, ഇത് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു റെസിസ്റ്റൻസ് 23,425 വാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പ് സൈഡിലേക്ക് നമ്മൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ ഇതാണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്, 23,630. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ലെവലുകൾ, ഇപ്പോൾ വരച്ച ലെവലുകൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ, അതല്ലെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും റേറ്റ്, അത് എഴുതി വയ്ക്കുകയോ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. കൂടുതൽ പഠിക്കാനും മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ന്യൂസും മറ്റ് മാർക്കറ്റ് സംബന്ധമായ വിവരങ്ങൾ ലഭിക്കാൻ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.